അതിയേട്ടാ. അവന്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്ന ശിവ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ? അവൻ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ കാര്യം അത് അമ്മയോട് സംസാരിച്ചിരുന്നോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏത് കാര്യവാ ശിവ? അച്ഛൻ്റെ കാര്യം. അവൾ മറുപടി പറഞ്ഞു. ആ, സംസാരിച്ചു. അമ്മയെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അമ്മയ്ക്കെല്ലാം മനസ്സിലായി. എൻ്റെ അമ്മ അയാളിൽ നിന്ന് അനുഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ ഒരിക്കലും അമ്മ അയാളോട് ക്ഷമിക്കാൻ പാടില്ലാത്തതാ ശിവ. പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് അയാളെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ആദ്യേട്ടനെ സ്നേഹിച്ചില്ലേ? അവൾ കുറുമ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അയ്യടി, അതുപോലെയാണോ ഇത്? അവൻ അവളുടെ ഇടുപ്പിൽ ചെറുതായി ഒന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു. ആ, ആദ്യേട്ടാ, വേദനിക്കുന്നു, വിട്. അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിൽ നിന്നും കൈയെടുത്തു. പോ, എനിക്ക് വേദനിച്ചു. അവൾ അവന്റെ നെഞ്ചിൽ പിടിച്ച് അവനെ തള്ളി മാറ്റി. പോവൂല, ഞാൻ നിന്നെയും കൊണ്ടേ പോവുള്ളൂ. അവൻ ഒന്നുകൂടി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ദുഷ്ടൻ, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ അമർത്തിക്കടിച്ചു. ഇടി, അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. അവൾ താഴെയും അവൻ മുകളിലുമായി. അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ കവളിലൊന്ന് അമർത്തി കടിച്ചു വിട്ടു. കടിക്കാതിരിക്കാതിയേട്ടാ. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് കിസ് ചെയ്യുന്നതിനേക്കാൾ കടിക്കാനാണ് ഇഷ്ടം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിൽ ചെറുതായി കടിച്ചു. ഞാൻ നിലവിളിക്കും, നോക്കിക്കോ, അവൾ കുറുമ്പോടെ വീണ്ടും പറഞ്ഞു. നിലവിളിച്ചോ? അവൻ ചിരിച്ചു. പിന്നെ അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. അവിടെയും അവന്റെ പല്ലുകൾ പതിഞ്ഞു. അമ്മേ, ദേ അമ്മയുടെ മോൻ. അവൾ പറഞ്ഞു തുടങ്ങിയതും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ പൊതിഞ്ഞിരുന്നു. അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ കയറ്റി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കൈകൾ അവന്റെ നഗ്നമായി പുറത്തമർന്നു. പക്ഷികൾ കടന്നു പോകവേ അവന്റെ ചുംബനം ഏറ്റെടുത്തതുപോലെ അവളും തിരികെ അവനെ ചുംബിച്ചിരുന്നു. പ്രണയമായിരുന്നു അവരുടെ ചുംബനത്തിൽ, കാമം കലരാത്ത പ്രണയം. ദിവസങ്ങൾ ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു. പാറുവിനെ കൊഞ്ചിച്ചും അവളുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയിട്ട് അവരുടെ ജീവിതവും മുൻപോട്ട് കടന്നു പോയപ്പോൾ മറുവശത്ത് ആദിത്യൻ്റെ ശിവയെ പ്രണയം കൊണ്ട് മൂടി. പല രാത്രികളും അവർക്ക് സ്വന്തമായിട്ട് മാറി. അനന്തം പിന്നെ ലച്ചുവിൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നും സാധിച്ചു കൊടുത്തും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഫ്രഷേഴ്സ് ഡേയുടെ ദിവസം പാറുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ കാശി വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നിരുന്നു. അതൊക്കെ അവൻ അവളുടെ ബാഗിലാക്കി വെച്ചു കൊടുത്തു. അവൾ ഒരു റെഡ് കളർ പട്ടുപാവാടയായിരുന്നു കോളേജിലേക്ക് ഇട്ടുകൊണ്ട് പോയിരുന്നത്. അവിടെ ചെന്നിട്ട് ഒരുങ്ങാനായിരുന്നു അവളുടെ തീരുമാനം. അവിടെ ഡാൻസ് കളിക്കുന്ന കുട്ടികളെ ഒരുക്കാൻ ആളുകൾ പുറത്തുനിന്നും വരുമായിരുന്നു. ശിവയ്ക്ക് പീരീഡ്സിൻ്റെയും ശരീരവേദനയും വയറുവേദനയും മറ്റും ഉണ്ടായിരുന്നത് കൊണ്ട് ശിവ അന്ന് കോളേജിൽ പോകുന്നില്ല എന്ന് വെച്ചു. പാറുവിൻ്റെ ഡാൻസ് കാണാൻ കോളേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അവൾക്ക് ഒട്ടും വയ്യായിരുന്നു. കാശിയാണ് അന്ന് രാവിലെ പാറുവിനെ കോളേജിലേക്കാക്കിയത്. ദേ, നിന്റെ ശത്രു വന്നിട്ടുണ്ടല്ലോ. ലിനി തൻ്റെ അടുത്ത് നിൽക്കുന്ന ആശയെ നോക്കി പറഞ്ഞു. എങ്ങനെയെങ്കിലും അവളുടെ ഡാൻസ് മുടക്കണം. എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. നീ എൻ്റെ കൂടെ നിൽക്കണം. അവൾ ലിനിയെ നോക്കി. എന്താ പ്ലാൻ? ലിനി സംശയത്തോടെ അവളോട് ചോദിച്ചതും ആശ്ലി തൻ്റെ മനസ്സിലുള്ള പ്ലാൻ അവളോട് പറഞ്ഞു. ആരെങ്കിലും ഇതൊക്കെ കണ്ടാലോ? ലിനി സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു. ആരും കാണാൻ പോകുന്നില്ല. നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഇന്നലെ കയറി വന്നവളൊന്നും ഇവിടെ സ്റ്റാർ ആവണ്ട, ആശ്ലി ദേഷ്യത്തോടെ പറഞ്ഞു. അത് കണ്ട് ലിനി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. തൻ്റെ തന്ത്രങ്ങൾ ഓരോന്നും വിജയിച്ചു എന്ന പോലെ. കാശിയേട്ടാ, എവിടെ പോകുവാ? എവിടേക്ക് പോകാൻ റെഡിയായി ഇറങ്ങുന്ന കാശിയെ നോക്കി ലച്ചു ഹാളിലിരുന്നു കൊണ്ട് ചോദിച്ചു. കണ്ടോ, ഒരുത്തി ഡാൻസ് കളിക്കാനെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയതാ. ചെലങ്ക എടുത്തിട്ടില്ല. അതെങ്ങനെയാ? ഞാൻ എടുത്തു വെച്ചില്ലെങ്കിൽ അവളും അതൊന്നും ശ്രദ്ധിക്കില്ല. അവൻ ലച്ചുവിനെ നോക്കി മറുപടി പറഞ്ഞു. അതിന് ലച്ചു പുഞ്ചിരിച്ചു. അതിന് കാശിയേട്ടൻ അവൾക്ക് ഉത്തരവാദിത്വ ബോധമൊന്നും കൊടുക്കില്ലല്ലോ. എപ്പോഴും കുഞ്ഞാണെന്നും പറഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കാൻ നിൽക്കുന്നത് കൊണ്ടല്ലേ, ലച്ചു തിരികെ പറഞ്ഞു. അവൾ ഇനി എത്ര വളർന്നാലും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ആ 17 വയസ്സുകാരി തന്നെ ലച്ചു അവൾ ഇപ്പോഴും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു. അവളുടെ ഡാൻസ് എപ്പോഴാ ചേട്ടാ? തുടങ്ങി കാണുമോ ഇപ്പോൾ? ചേട്ടനൊന്ന് വിളിച്ചു ചോദിക്കാഞ്ഞതെന്താ? ലച്ചു സംശയത്തോടെ പറഞ്ഞു. ഞാൻ വിളിച്ചു മോളെ, എടുക്കുന്നില്ല. ചിലപ്പോൾ ഒരുങ്ങുന്നതിൻ്റെ തിരക്കിലോ മറ്റോ ആയിരിക്കും. എന്തായാലും ഞാൻ അവിടെ വരെ പോയി ഇതൊന്ന് കൊടുത്തിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് കാറിൻ്റെ കീയുമായി ഇറങ്ങി. ഞാനും കൂടി വരണോ കാശി? അനന്തൻ ഷർട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു. വരുന്നെങ്കിൽ നിന്റെ പെങ്ങളുടെ ഡാൻസും കൂടി കാണാം. അവൻ അനന്തനെ നോക്കി ചിരിയോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാനും കൂടി പോയിട്ട് വരാം ലച്ചു. അവളുടെ ഡാൻസും കൂടി ഒന്ന് കണ്ടിട്ട് വരാലോ. അനന്തൻ പറഞ്ഞതും ലച്ചു ചിരിച്ചു. ഷോ, എനിക്കും കൂടി വരാൻ തോന്നുന്നു. അവൾ നഖം കടിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു. ഞങ്ങൾ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ട് വരാടി. പിന്നെ അവൾ നമ്മുടെ കൊച്ചല്ലേ, എപ്പോൾ വേണമെങ്കിലും അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാലോ. അനന്തൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. ഡാൻസിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ പാറു. ചിന്മയി,
പെട്ടെന്ന് വൃന്ദ അങ്ങോട്ട് വന്ന് അവളെ വിളിച്ചു. എന്താടി? അവൾ സംശയത്തോടെ ചോദിച്ചു. ദേ, ആ ആരോമൽ നിന്നെ വിളിക്കുന്നു, നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. വൃന്ദ അവളെ നോക്കി പറഞ്ഞു. എന്താടി, അത്യാവശ്യം വല്ലതും ആണോ? പിന്നെ സംസാരിച്ചാൽ പോരെ? ആറു തിരികെ അവളോട് ചോദിച്ചു. ഞാനും പറഞ്ഞതാ പിന്നെ സംസാരിക്കാന്ന്. അപ്പോൾ അവന് ഇപ്പം തന്നെ സംസാരിക്കണമെന്ന്. ഒരു 5 മിനിറ്റ് മതിയെന്ന്. വൃന്ദ അവളെ നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ ഞാൻ പോയി എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി. അവിടെ അവളെ കാത്തെന്ന പോലെ അവനും അരുണും നിൽപ്പുണ്ടായിരുന്നു. എന്താ ആരോമൽ, എന്തോ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത്? എന്തെങ്കിലും സീരിയസ് കാര്യമാണോ? സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതേടി, കുറച്ച് സീരിയസാ. അരുൺ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക. അതും പറഞ്ഞൊരു കള്ളച്ചിരിയോടെ അരുൺ അവിടെ നിന്നും മാറി. അത് കണ്ടതും അവൾക്ക് എന്തോ സംശയം പോലെ തോന്നി. അവൾ അതേ സംശയത്തോടെ തന്നെ ആരോമലിന്റെ മുഖത്തേക്ക് നോക്കി. എന്താ ആരോമൽ എന്നോട് പറയാനുള്ളേ? എനിക്ക് സമയമില്ല, ഡാൻസ് പ്രോഗ്രാം തുടങ്ങി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എങ്കിൽ നീ ഡാൻസ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ പറയാം. അവൻ അവളെ നോക്കി തിരികെ മറുപടി പറഞ്ഞു. എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരുന്നോ നിനക്ക് എന്നോട് പറയാനുള്ളത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് പിന്നെ. അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. അവളുടെ അടുത്ത് നിൽക്കും തോറും അവൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. എന്തൊക്കെയോ അവളോട് ചോദിക്കണമെന്നും പറയണമെന്നും ഒക്കെ അവനുണ്ടെങ്കിലും അവൻ്റെ ശരീരം അവിടുന്ന് അനങ്ങുന്നത് കൂടിയില്ലായിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവനൊന്നും മിണ്ടാഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് ചിന്മയി. അവൻ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. സമയം പോകുന്നു ആരോമൽ, എന്തേലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ. ഇല്ലെങ്കിൽ ഡാൻസ് കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കാം. കുറേ നാളായി ഞാൻ സ്റ്റേജിൽ കയറിയിട്ട്, അതുകൊണ്ട് അതിൻ്റെ നല്ല ടെൻഷൻ എനിക്കുണ്ട്. അവൾ ചെറിയ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എങ്കിൽ നിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ തലകുലുക്കി. അവൾ തിരികെ ക്ലാസ്സിലേക്ക് പോയതും അരുൺ തിരികെ അവൻ്റെ അടുത്തേക്കും വന്നു. എന്തായടാ, നീ അവളോട് പറഞ്ഞോ? അരുൺ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ലടാ, എനിക്കെന്തോ വലിയ ടെൻഷൻ. പിന്നെ അവളും പ്രോഗ്രാമിൻ്റെ ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞിട്ട് കൂളായിട്ട് പറയാം. അവൻ അരുണിനെ നോക്കി മറുപടി പറഞ്ഞു. ബെസ്റ്റ്. അവളുടെ പ്രോഗ്രാം കഴിയുമ്പോൾ അവളുടെ ടെൻഷൻ മാറും. പക്ഷെ അപ്പോഴും നിന്റെ മനസ്സിലുള്ളത് പറയേണ്ടത് നീയാ. ഇപ്പൊ നിനക്കില്ലാത്ത ധൈര്യം അപ്പം എങ്ങനെയാ വരുന്നത്? വല്ലതും നടക്കുവോ? അരുൺ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ ഇന്ന് തന്നെ എൻ്റെ ഇഷ്ടം അവളോട് പറയും. അവൻ നിശ്ചയത്തോടെ പറഞ്ഞിരുന്നു. പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇന്നത്തെ അവളുടെ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ഈ കോളേജിൽ അവൾക്കുള്ള ഫാൻസ് കൂടും. അതിലാരെങ്കിലുമൊക്കെ അവളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ നടക്കുകയും ചെയ്യും. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ ഈ കോളേജിലുള്ള കാലത്തോളം അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആരോമലും തിരികെ നിശ്ചയത്തോടെ അവനോട് പറഞ്ഞു. എടി, എന്താ? എന്തിനാ അവൻ വന്നത്? അവൻ നിന്നോട് എന്താ സംസാരിച്ചത്? അവൾ അകത്തേക്ക് കയറി വന്നതും വൃന്ദ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൾ മറുപടി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അവൻ നിനക്ക് ഒരു പണിയാകാൻ ചാൻസ് ഉണ്ടെന്നാ. അവൻ്റെ കണ്ണുകളത് പറയുന്നുണ്ട്. വൃന്ദ എന്തോ ഓർത്തതുപോലെ അവളോട് പറഞ്ഞു. എന്ത് പണി? പാറു സംശയത്തോട് ചോദിച്ചു. അവന് നിന്നെ ഇഷ്ടമാണോ എന്നൊരു ഡൗട്ട്. ഇനി അത് പറയാനായിരിക്കുമോ അവൻ നിന്റെ അടുത്ത് വന്നത്? ഓടി, അതൊന്നുമല്ല. എനിക്കങ്ങനെയാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ നല്ല ബെസ്റ്റ് ആയിരിക്കും. നിന്റെ ഭർത്താവിനെ ഇവിടെയുള്ള മിസ്സ് വായി നോക്കുന്നു, നിന്റെ സ്റ്റുഡൻറ്റ് തന്നെ വായി നോക്കുന്നു. ആഹാ, അടിപൊളി. വൃന്ദ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. ലാവണ്യ മിസ്സിനെ എൻ്റെ കാശിയേട്ടനെ കാണുമ്പോഴുള്ള ചിരിയും വർത്താനവും എന്നോടുള്ള സോപ്പിങ്ങൊക്കെ. പാറുവിൻ്റെ മുഖം വീർത്തു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിന്റെ ഈ കുശുമ്പ് കുത്തിയ മുഖം കാണാൻ നല്ല ക്യൂട്ടാ. വൃന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉവ്, എനിക്കത്രയ്ക്കൊന്നും തോന്നുന്നില്ല. അവൾ തിരികെ പറഞ്ഞതും വൃന്ദ പുഞ്ചിരിച്ചു. നീ എന്താടി തപ്പുന്നത്? അവൾ അവളുടെ ബാഗിൽ തപ്പുന്നത് കണ്ട് വൃന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചു. വൃന്ദ, ഞാൻ ചിലങ്ക എടുക്കാൻ മറന്നുപോയി. അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് വൃന്ദയെ നോക്കി പറഞ്ഞു. ഷേ, നിനക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നോ? ഇതൊക്കെ ഓർത്തു വെക്കണ്ടേ? ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? വൃന്ദ അവളെ നോക്കി തിരികെ ചോദിച്ചു. എനിക്കറിയില്ലടി. ചിലങ്കയില്ലാതെ കളിച്ചാൽ ഡാൻസ് ഒരിക്കലും പൂർണ്ണമാവില്ല. കാശിയേട്ടനെ എല്ലാം ബാഗിൽ എടുത്തു വെച്ചത് കൊണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാനും പോയില്ല. ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ ആ ബാഗിൽ നിന്നും എൻ്റെ ഫോണിങ് എടുത്തേ. അവൾ വൃന്ദയെ നോക്കി പറഞ്ഞതും വൃന്ദ അവളുടെ ബാഗിൽ നിന്നും അവളുടെ ഫോൺ എടുത്തു കൊടുത്തു. അയ്യോ, കാശിയേട്ടൻ്റെ കൂടെ മിസ് കോൾ ഉണ്ടല്ലോ. ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് ഞാൻ കേട്ടില്ല. പാറു ഫോണിലേക്ക് നോക്കി പറഞ്ഞു.
നീ തിരികെ വിളിക്ക്. ചിലപ്പോൾ ചിലങ്ക എടുക്കാൻ മറന്നുപോയത് കാശിയേട്ടനെ അറിഞ്ഞു കാണും. വൃന്ദ പറഞ്ഞതും പാറു തലയാട്ടിക്കൊണ്ട് അവനെ തിരികെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ റേഞ്ച് ഇല്ലാത്തത് കാരണം തിരികെ അവൻ്റെ ഫോണിലേക്ക് കോളും പോകുന്നില്ലായിരുന്നു. നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്ക്, ഇവിടെ ചിലപ്പോൾ റേഞ്ച് കാണില്ല. വൃന്ദ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾ സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്നും കാശി വിളിക്കാൻ ശ്രമിച്ചതും അവൻ്റെ ഫോണിൽ ബെല്ല് കേട്ടു. 2 ബെല്ലടിച്ചതും കാശി ഫോൺ എടുത്തു. കാശിയേട്ടാ, അവൾ വിളിച്ചു. കുഞ്ഞാ, ചിലങ്ക വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാ. നിന്റെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞില്ലല്ലോ അല്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല കാശിയേട്ടാ, ഞാൻ ഒരുങ്ങിയിട്ട് ചിലങ്ക കെട്ടാൻ നോക്കുമ്പോഴാ ചിലങ്ക എടുത്തില്ല എന്ന് മനസ്സിലായത്. കാശിയേട്ടൻ ഇപ്പം എവിടെ വരെയായി? അടുത്ത പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ ഡാൻസാ, അവൾ അവനോട് പറഞ്ഞു. ഞാൻ ദേ മോളുടെ കോളേജിൻ്റെ വഴി കയറിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്, ഇപ്പം വരാം. ഞാൻ കോളേജിൽ വന്നിട്ട് വിളിക്കാവേ. നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയണേ, അവൻ തിരികെ പറഞ്ഞു. പറയാ ഏട്ടാ, അവൾ മറുപടി പറഞ്ഞു. അവനും ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അവൾ അവൻ്റെ ഫോൺ കട്ട് ചെയ്തതും ആരുടെയോ ശക്തമായ തള്ളലേറ്റ് സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീണതും ഒന്നിച്ചായിരുന്നു.